അമേരിക്ക ഇറാൻ ചർച്ചകൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചകൾ മികച്ച ഫലം നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ഇറാനുമായുള്ള സൈനിക രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു ചരിത്ര കരാറിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതും കരാറിലെ പ്രധാന നിബന്ധനകളായിരിക്കും. അതേസമയം ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ഇറാന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ലൊരു അവസരമാണെന്നും ഈ അവസരം വിനിയോഗിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണത്തിലേക്ക് പോകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സമാധാന നിർദ്ദേശം ഇറാൻ പരിഗണിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിൽ എത്താറായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. പാകിസ്ഥാൻ വഴിയാണ് US തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇറാനെ അറിയിച്ചത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെക്കുക, US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, മരവിപ്പിച്ച ഇറാൻ ഫണ്ടുകൾ തിരികെ നൽകുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങളെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US നിർദ്ദേശങ്ങളിലുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി അറിയിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.